സാറേ സാറേ എന്തു വച്ചാട്ടാ ഇങ്ങോട്ട് വന്നേ സാറേ. സാറേ ഒഴിഞ്ഞ കുപ്പിയല്ലോ ഇരിപ്പുണ്ട് ഒരെണ്ണം എടുക്കാൻ. എന്തിനാ വച്ചാട്ടാ? പെട്രോൾ മേടിക്കാൻ. കൊച്ചാട്ടാ കൊച്ചാട്ടൻ ആവശ്യമില്ലാത്ത അബദ്ധമൊന്നും കാണിക്കരുത്. അങ്ങനെ ചില പ്രതിഷേധങ്ങൾ ആൾക്കാർ നടത്തിയെന്ന് കരുതി അതിനൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല കേട്ടോ. അല്ലേ എന്താ നോക്കാൻ പറ്റിയ സാറേ സാറീ പറയുന്നേ? അല്ല, സമരത്തിന് പെട്രോൾ ഒഴിച്ച് അതല്ലേ ഉദ്ദേശിച്ചത്? പിന്നെ എനിക്ക് തനിക്ക് കാറ്റില്ലല്ലയോ. തന്റെ എന്റെ വണ്ടിയുടെ പെട്രോൾ തീർന്ന് പെട്രോൾ മേടിക്കാൻ പോരാ കുപ്പി ചോദിച്ചത്. അല്ല സാറേ എന്തോ ഒരു വെറുപ്പീരാ സാറേ നടക്കുന്നത്. അതെന്ത് വെച്ചാട്ടോ? അല്ല, ഒരിടത്ത് ഫ്ലെക്സ് വെക്കുന്ന, വേറൊരിടത്ത് ഫ്ലെക്സ് കീറുന്ന, പെട്രോൾ ഒഴിക്കുന്ന, കരിയോയിൽ ഒഴിക്കുന്ന, പിന്നെ ഫ്ലെക്സ് തുപ്പുന്ന, എന്തുവാ സാറേ ഈ നടക്കുന്നത്? എന്റെ കൊച്ചാട്ടാ, നമ്മുടെ ഈ ആൾക്കാരുടെ പ്രതിഷേധം ഉണ്ടല്ലോ, എന്നെ മുഖ്യമന്ത്രിയാക്കണം, അതല്ലേ അവിടെ നടക്കുന്നത്. എന്റെ പൊന്ന് സാറേ, നമ്മൾ തന്നെ മലർന്നു കിടന്ന് തുപ്പുവല്ലയോ. അതെ, ഉടനെ എങ്ങാനും ഒരു തല്ലിക്കൂട്ടാൻ പറ്റുമോ? എന്ത് ഈ കസേര, മുഖ്യമന്ത്രി കസേര? എന്റെ പൊന്ന് കൊച്ചാട്ടാ, ഇത് നമ്മളാണോ തീരുമാനിക്കുന്നത്? ഹൈക്കമാൻഡ് അല്ലേ? എന്റെ പൊന്ന് സാറേ, അവിടെ സാറിന് വേണ്ടി പറയാൻ ആരുമില്ല. എല്ലാം അങ്ങയുടെ ആൾക്കാരാ, ദില്ലി പോലെയുടെ ആൾക്കാർ. താണ്ടെ ഇനി ഒന്നും നോക്കണ്ട, സാറ് കയറി എങ്ങനെ ജനങ്ങളെ അച്ചവരായിട്ട് കാത്തിരിക്കുവാന്നേ. അതെന്തിനാ കൊച്ചാട്ടാ? അതെ, 21,000 ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. ആർക്ക്? ആശാ വർക്കർമാർക്ക്. അതും ആദ്യത്തെ ക്യാബിനറ്റ്. അത് പറഞ്ഞതാ. പിന്നെ സ്ത്രീകൾക്കെല്ലാം സൗജന്യയാത്ര പറഞ്ഞായിരുന്നോ? അവരെല്ലാം കാത്തിരിക്കുക ടൂറ് പോവാൻ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പ്രൈവറ്റ് ആശുപത്രി പോയി ചികിത്സിക്കാൻ. അതെന്താ, സർക്കാർ ആശുപത്രി ഇവിടെ ഇല്ലേ? എന്റെ പട്ടി പോവും. ആരോഗ്യ ഇൻഷുറൻസ് എനിക്ക് 25 ലക്ഷം രൂപ സാറ് തരാമെന്ന് പറഞ്ഞായിരുന്നോ? അത് മേടിച്ചുകൊണ്ട് എനിക്ക് ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം ചികിത്സിക്കാൻ. അതിനാ സാറേ ജനങ്ങളെല്ലാം കാത്തിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ പട്ടാഭിഷേകം കാണാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല കേട്ടോ. എന്റെ കൊച്ചാട്ടാ, ഇത് വല്ലതും തീരുമാനിക്കുന്നത് ഞാൻ ഒരാളാണോ? മേളിൽ നിന്ന് തീരുമാനം വേണ്ടായോ? ഇപ്പൊ 2-1 3 അറിയുന്ന കിട്ട മത്സരം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ 3 പേരുള്ള മത്സരം ഇല്ലേ നടക്കുന്നത്? അത് കഴിഞ്ഞല്ലയോ മന്ത്രിമാർക്ക് വേണ്ടിയുള്ള മെഗാ തിരുവാതിര കിടക്കുന്നത്. അതുകൂടെ കഴിഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് ഈ പറഞ്ഞൊക്കെ കിട്ടൂ സാറേ. എന്റെ കൊച്ചാട്ടാ, നമ്മുടെ ഒരു ജനാധിപത്യ പാർട്ടി അല്ലയോ? ഇത് ജനാധിപത്യത്തിന്റെ ഒരു മഹോത്സവം അല്ലയോ? അപ്പൊ ചില്ലറ തട്ടലും മുട്ടലും ഒക്കെ കാണും. അതല്ലേ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം. തെരുവി കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങളൊക്കെ അന്നോ സാറേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. 102 സീറ്റ് തന്ന് മഹാഭൂരിപക്ഷത്തോടു കൂടിയാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ജനവിധി. ഇനി എന്തെല്ലാം അനുഭവിക്കാൻ കിടക്കുന്നു, അത് ജനങ്ങളുടെ വിധി.